ഏതായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഖാംനയുടെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. അത് തന്നെയാണ് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ഇനി ഒരുപക്ഷെ അദ്ദേഹം കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് അഫ്താബ് സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അഫ്താബ്, ഈ ആക്രമണങ്ങളെല്ലാം ഒരു ഭാഗത്ത് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടലും സജീവമായ അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെറുക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ ചർച്ചയിലൂടെ അവസാനിപ്പിക്കേണ്ട ഒരു ശ്രമവും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിരോധം ഏത് രീതിയിലാണ് ഇപ്പോൾ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നത്? പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ തിരിച്ചാക്രമിക്കുക എന്നല്ല, മറിച്ച് ഈ പറയുന്ന ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക, അവർക്ക് ആവശ്യമായ വസ്തുക്കൾ അവിടെ എത്തിക്കുക, ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനം, ഇതൊക്കെ ഏത് രീതിയിൽ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നത്? ഇതിലിപ്പോൾ 6 GCC രാഷ്ട്രങ്ങളാണ് പ്രധാനമായിട്ടും ഈ യുദ്ധത്തിന്റെ ഒരു ഭീതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒമാനെതിരെ ആക്രമണം നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒമാനാണ് തുടക്കം മുതൽ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ച വഹിച്ചിരുന്നത്. രണ്ടാമത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലേക്ക് ഇന്ന് രാവിലെ 2 മിസൈലുകൾ എത്തിയിരുന്നു. അത് വഴിയിൽ വെച്ച് തകർക്കുകയും ചെയ്തു. അതിന് പിന്നാലെ സൗദി അറേബ്യയുടെ പ്രതികരണം വന്നിരുന്നു. ആക്രമണം ഈ രീതിയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കുമെന്ന പ്രതികരണം സൗദി അറേബ്യ നൽകിയിരുന്നു. പ്രത്യേകിച്ച് സൗദി അതിൽ ഇറാനോട് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ ഏതെങ്കിലും പ്രദേശമോ ഏതെങ്കിലും ഇടമോ ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം വീണ്ടും തങ്ങളെ ആക്രമിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ് സൗദി അറേബ്യ ഉന്നയിച്ചത്. പക്ഷെ ഈ ചോദ്യത്തിന് ശേഷം പിന്നീട് ഒരു ആക്രമണവും സൗദി അറേബ്യയിലേക്ക് ഇന്ന് രാവിലത്തതിന് ശേഷം നടന്നിട്ടില്ല. പക്ഷെ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വളരെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ, അതിൽ തന്നെ ഖത്തർ, അത് US-ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമതാവളം നിലകൊള്ളുന്ന സ്ഥലമാണ്. അവിടേക്കാണ് കാര്യമായ ആക്രമണങ്ങൾ നടന്ന ഒരു മേഖല. പക്ഷെ അവർക്ക് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ല. മറ്റു 2 രാജ്യങ്ങൾ, അതിൽ തന്നെ ബഹ്റൈനും ഒപ്പം തന്നെ UAE-യും, ഇത് രണ്ടും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ്. US സൈനികർ വസിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഈ 2 രാജ്യങ്ങളിലേക്കും ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ UAE-ക്കെതിരെ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. എങ്കിൽ പോലും ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഒരു സൈനിക ശക്തിയോടൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടം സ്വാഭാവികമായിട്ടും കൂടുതൽ ഉണ്ടാവുക ഗൾഫ് രാഷ്ട്രങ്ങൾക്കാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടത്തിലോടുന്ന രാജ്യം കൂടിയാണ്. കാരണം ഒരുപാട് വർഷങ്ങളായി ഉപരോധം അനുഭവിച്ച ഒരു രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. പല രാജ്യങ്ങളും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള, ബിസിനസ് ഉള്ള, അനേകം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. പകരം ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും പോവുക. അതിൽ തന്നെ ഇനി ആര് മധ്യസ്ഥത വഹിക്കുമെന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ തുർക്കി മധ്യസ്ഥത വഹിക്കാമെന്ന് ഇത് വൈകിട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു നയതന്ത്ര ചർച്ചയിലേക്ക് പോകുവാനുള്ള സ്ഥിതി വിശേഷത്തിലല്ല കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ സ്ഥിതിയുള്ളത്. എന്ന് വെച്ചാൽ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് വെച്ചാൽ 1989 മുതൽ അവരുടെ നേതാവാണ് ആയത്തുള്ള അലി ഖാംനയി. 86 വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത്. 86-കാരനായ സുപ്രീം ലീഡർ അല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവാണ് ഇറാന്റെ ആധികാരിക ശബ്ദം. അവരാണ് ഒരു അന്തിമ തീരുമാനം അവിടുത്തെ വിഷയങ്ങളിൽ എടുക്കാറുള്ളത്. അവിടുത്തെ ജുഡീഷ്യറി ആകട്ടെ, സൈനിക മേഖലയാവട്ടെ, സർക്കാർ തലത്തിലാകട്ടെ, ഇങ്ങനെ അവരുടെ മതപരമായ കാര്യത്തിലാവട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന പരമോന്നത നേതാവിനെ വധിച്ചു എന്ന അവകാശവാദമാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടതിന്റെ ഫോട്ടോകൾ നെതന്യാഹുവിനെയും ഒപ്പം തന്നെ ട്രംപിനെയും എല്ലാം തന്നെ കാണിച്ചു എന്ന് പറയുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇനി എങ്ങനെ ചർച്ച മുന്നോട്ട് പോകും എന്നൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ കൊല്ലപ്പെട്ടാൽ ഇനി കാര്യമെന്ന് പറയുന്നത് അവിടെ അസ്ഥിരമായ ഒരു ചിത്രം വരികയാണ്. അങ്ങനെ അസ്ഥിരമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ
അവരുടെ ആക്രമണത്തിന്റെ സ്വഭാവം ഏതായിരിക്കും, ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ അതാണ് അത്തരത്തിലുള്ള ആശങ്കകളൊക്കെയാണ് അവിടെ നിലനിൽക്കുന്നത്. അഫ്താബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ പരമോന്നത നേതാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ ഇനി ഈ യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും, ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടക്കും, ഒരുപക്ഷെ പരമോന്നത നേതാവ് അവിടെ ഇല്ല എന്നത് കണക്കിലെടുത്തുകൊണ്ടുള്ള യുദ്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ഈ ഒരു ആക്രമണം ബാധിക്കാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. ഏതായാലും അഫ്താബ് പറഞ്ഞു വെച്ചതുപോലെയാണെങ്കിൽ ഒരു തിരിച്ചടിക്ക് ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപരോധമൊക്കെ ഒരുപാടുണ്ടായ ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഒട്ടും നില മെച്ചമല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ തീർച്ചയായും ഒരു തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തും ഉണ്ടാവുകയില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തും ഉണ്ടാവുക. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും പരസ്പരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കവും ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഏതായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ഇറാനും ഇസ്രായേലും ഒപ്പം തന്നെ അമേരിക്കയും അവകാശപ്പെടുന്നത് പോലെ ഖാംനെയി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ താവളത്തിൽ 40-ലധികം ബോംബുകൾ വർഷിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ ചിത്രമൊക്കെ തങ്ങളെ കാണിച്ചു എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. ഏതായാലും ആ അവകാശവാദം അത് എത്രത്തോളം സത്യമാണ് എന്നത് ഇറാൻ തന്നെ വന്ന് കൃത്യമായും അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഈ ഒരു തുറന്നു പറച്ചിലൂടെ മാത്രമാണ് ഇനി എന്താണ് ഭാവി നടക്കാൻ പോകുക. യുദ്ധത്തിന്റെ ഭാവി തന്നെ ഈ പറയുന്ന ഈ കാര്യം നിർണ്ണയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും ഇറാന്റെ പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത്.